നമ്മൾ പൊരിയും കൊണ്ട് പോവുകയാണ്. ഇങ്ങോട്ട് സർപ്രൈസ്. ചെറിയ ചിത്രമാണല്ലേ ഇഷ്ടം പോണത്? ഞാൻ 2 തവണ കണ്ട് 2-3 തവണ പോയിട്ടുണ്ട്. ജസ്റ്റ് ഓഫീസ് പർപ്പസ് ആയിട്ട്. ആദ്യമായിട്ടാണ് ശിവനോടുണ്ടെങ്കിൽ തിരിച്ചു വരാം. എന്താ അങ്ങനെ വർത്താനം? ഇവിടെ എവിടെ പോകാനായിരുന്നു ദുരന്തേ പറയത്തുള്ളൂ. നമ്മൾ അങ്ങനെ ലൈക്ക് നമ്മൾ ഇന്നൊരു സ്ഥലത്ത് പോവാണ്. എവിടെയില്ല, നമ്മൾ കോഴിക്കോട് പോവാണ്. ഇത് കോഴിക്കോട് പോവാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, കോഴിക്കോട് കറങ്ങണമെന്ന് കുറേ വിചാരിക്കുന്നു. ഇപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് തിരിച്ച് പോകും. നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോട് പോവാണ്. ചുമ്മാ കറങ്ങാൻ വേണ്ടിയിട്ട് നല്ല നട്ടപ്പൊരി വെയിലുണ്ട്. സോ അങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടില്ല. നട്ടപ്പൊരി വെയിലായതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഫസ്റ്റ് പോകും. അപ്പോൾ ഇപ്പം നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ട്രെയിൻ വരും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കോഴിക്കോട് എത്തിയിട്ട് കാണിക്കാം. ഞങ്ങളുടെ ഐശ്വര്യ വേറെ സ്ഥലത്തായി. ഐശ്വര്യ എന്നെ പറഞ്ഞു സീറ്റ്. ഐശ്വര്യ ലാസ്റ്റ് മൊമെൻറ്റ് വരാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പം അവൾക്ക് മാത്രം സീറ്റ് വേറെ സ്ഥലത്തായി പോയി. പിന്നെ ഞാനൊരു മൂവി കണ്ടുകൊണ്ടിരുന്നു. അപ്പെക്സ് എന്നുള്ളൊരു മൂവിയാണ് നെറ്റ്ഫ്ലിക്സിൽ. ഒരു 6 out of 10 കൊടുക്കാം. ഒരു സർവൈവൽ ത്രില്ലർ മൂവിയൊക്കെയാണ്. പിന്നെ ഞാനിങ്ങനെ ഇരുന്നപ്പം എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഈ ഒരു ചേട്ടൻ കുറേ നേരമായിട്ട് ഇങ്ങനെ സ്റ്റെയർ ചെയ്യുക എന്ന് വെച്ചാൽ ഭയങ്കര ബാഡായിട്ട് സ്റ്റെയർ ചെയ്യുക. അപ്പം ഞാൻ ഫോൺ എടുക്കുമ്പോൾ പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട് ലൈക്ക് വീഡിയോ എന്ത് എടുക്കുക എന്നുള്ളത്. അപ്പോൾ പുള്ളി മാറിയിരിക്കും. ഞാൻ ഫോൺ ഓഫാക്കി വെക്കുമ്പം പുള്ളി പിന്നെയും നോക്കും. അപ്പം ഞാൻ മാക്സിമം പുള്ളി എന്നെ നോക്കുന്നത് ഞാൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ചിപ്പി ചേച്ചിക്ക് അത് ഭയങ്കരമായിട്ട് മനസ്സിലായി. ഇപ്പോൾ ഇത് ഭയങ്കര നോർമൽ ആവുകയാണ് ഈ ഒരു സംഭവങ്ങൾ. ഇറ്റ്സ് വെരി ബാഡ് ആക്ച്വലി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് നമ്മളിത് ഇപ്പോൾ കോഴിക്കോട് എത്തിക്കഴിഞ്ഞപ്പോൾ നട്ടപ്പൊരി വെയിലത്താണ് നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് വേണ്ടത്? വി നീഡ് ഫുഡ്. നമുക്ക് ഫുഡ് വേണം. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇവർ പറഞ്ഞു ഇവർക്ക് ബിരിയാണി കഴിക്കണം. പിന്നെ കോഴിക്കോട് വന്നിട്ട് ബിരിയാണി കഴിച്ചില്ലെങ്കിൽ അത് മോശമാണല്ലോ. സോ എന്ത് നീ കോഴിക്കോട് വന്നിട്ട് എന്താ ഐശ്വര്യ കഴിച്ചത്? ഫസ്റ്റ് മന്തി അല്ലേ കഴിച്ചേ? നീ ബിരിയാണി കഴിച്ചിട്ടില്ലല്ലോ ഇവിടെ വന്നിട്ട്. അപ്പം ഞാൻ ഇവരുടെ ചോദിച്ചു കുറ്റിച്ചിറ വേണോ റഹ്മത്ത് വേണോ? അപ്പോൾ ഇവർ പറഞ്ഞു കുറ്റിച്ചിറ. ഐ മീൻ അപ്പം അത് പഴയ ഹോട്ടലില്ലേ, മറ്റേ ഗുജറാത്തി സ്ട്രീറ്റിൻ്റെ അവിടെ അല്ലേ. അപ്പോൾ അവിടെ പഴയതായതുകൊണ്ട് അവിടെ AC ഇല്ലല്ലോ. അവിടെ AC ഇല്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ അവർ പറഞ്ഞു റഹ്മത്തിൽ പോവാം. അപ്പോൾ നമ്മൾ റഹ്മത്തിൽ പോവാണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോ പ്ലാൻസ്. ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാനും ഇവളുടെ അമ്മയും സോനയും അങ്കിളും കൂടെ നമ്മളിങ്ങനെ നടന്നാണ് ഈ വഴി ഇങ്ങനെ പോയത്. SM സ്ട്രീറ്റിൽ പോയിട്ട് വൈകുന്നേരം. അപ്പം നമ്മൾ റഹ്മത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. എന്തൊരു ചൂടാണെന്നറിയോ, ചൂട്. സോറി ഗൈസ്, വി കുഡ്ന്റ് മേക്ക് റഹ്മത്ത് ബിക്കോസ് പാർക്കിംഗ് ഇല്ല. ഒരു തുള്ളി പാർക്കിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് നമ്മൾ പാരഗണിലെത്തി. അതും ബീച്ച് സൈഡിലെ പാരഗൺ. ഇവിടുത്തെ വ്യൂ കണ്ടോ? ഓ, ഒരു രക്ഷയില്ല. അടിപൊളി വ്യൂ. അല്ല, 3ാമത്തെ പ്രാവശ്യം. കോഴിക്കോട് ആദ്യത്തെ പ്രാവശ്യം എന്നാ നീ ചോദിച്ചേ. അതിന് വ്യക്തമായി പാരഗൺ 2ാമത്. ഇവിടുത്തെ പാരഗൺ. സോ ബേസിക്കലി ഇതെന്റെ 2ാമത്തെ ടൈമാണ്. ഫസ്റ്റ് പാരഗൺ വാസ് ഫ്രം അവിടെ ഏതോ ഒരു സ്ഥലത്തായിരുന്നു കോഴിക്കോട്. അല്ല, കോഴിക്കോട് പാരഗണിൽ വന്നു നൈറ്റ്. എന്നിട്ട് പാൽ എന്തോ സംതിങ് കഴിച്ച്. പിന്നെ അന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ താഴെ കൂടെയാണ് നടന്നത്. പിന്നെ ഇതിപ്പം ഇല്ല. പക്ഷെ AC ഒരു സുഖമില്ല. AC കുറവാ. നീ ഇങ്ങനെ ആൾക്കാരെ പേടിപ്പിക്കാണ്ട്. നീ ഇങ്ങനെ പേടിപ്പിച്ചിട്ട് എന്ത് മാങ്ങാത്തൊരു ഉണ്ടാക്കാൻ. ഞാൻ കോഴിക്കോട് വന്നിട്ട്
കോഴിക്കോടിന്ന് വന്നിട്ട് പാരഗൺ ആദ്യമായിട്ട് ബിരിയാണി കഴിക്കുന്നത്. ഞാൻ എപ്പോഴൊക്കെ പാരഗണിൽ വന്നാലും കിട്ടത്തില്ല, തീർന്നു പോകും, ബിരിയാണി തീർന്നു കിട്ടത്തില്ല. ആദ്യമായിട്ടാണ് ഞാൻ കോഴിക്കോട് വന്ന് പാരഗണിൽ ബിരിയാണി കഴിക്കുന്നത്. ഇത് നല്ല പുതിയ പാരഗണാണ്. ഈ ബീച്ച് വ്യൂവും എല്ലാം കൂടെ നല്ല രസമുണ്ട്. ഇനി ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വെറുതെ ടേസ്റ്റ് പക്ഷേ എനിക്ക് ചിക്കൻ പീസ് കിട്ടണേ, പക്ഷേ ചിക്കൻ്റെ ലെഗ് പീസ് കിട്ടണേ, കിട്ടിയില്ല. എനിക്ക് ലെഗ് പീസ് വേണമായിരുന്നു. എനിക്ക് ലെഗ് പീസ് കിട്ടി. ഓക്കെ. അങ്ങനെ കൺഫേം ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പിൽ അങ്ങനെ എടുക്കാൻ പറ്റും. അത് അല്ലാതെ ടിക്കറ്റ് ഇല്ലായിരുന്നു, ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. Let me taste. ഞാൻ ആക്ച്വലി കൊച്ചിയിലത്തെ പാരഗണ് ഓർഡർ ചെയ്ത് കഴിച്ച ബിരിയാണി എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാം. എനിക്ക് ബിരിയാണിയും കൂടി ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടം. സമ്മന്തി ആൻഡ് ഇവിടുത്തെ അച്ചാറില്ലേ, ഡേറ്റ്സ് അച്ചാർ, ഐ ലവ് ഇറ്റ്. മസാല ഭയങ്കര കുറവ്. എനിക്ക് ഒരുപാട് മസാല ബിരിയാണി എനിക്ക് ഇഷ്ടമല്ല. ഐശ്വര്യ തല ഫ്രണ്ടിലോട്ട് വെക്കണം. ഇങ്ങനെ കഴിച്ചോ? നീ കാൻഡിഡ ഇതൊക്കെ എന്ത്? എവിടെയെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ ഫേസ് ടാൻ അടിച്ചൊരുമാതിരിയാവും. എന്താ പറയുക, എല്ലാവരും ഇങ്ങനെ തോന്നല്ലേ. നമ്മൾ ഫുഡ് കഴിച്ചു ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ ഗണേഷ് കൂൾ ബാർ ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് എന്തോ ഷേക്ക് കടയുണ്ട്. അപ്പോൾ അവർക്ക് എന്തോ ഷേക്ക് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഷേക്ക് ഒന്നും എനിക്കിഷ്ടമല്ല. എനിക്കങ്ങനെ ജ്യൂസ് എനിക്കിഷ്ടമാണ്, പക്ഷേ എനിക്ക് ഷേക്കിനോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ അവരെന്തോ ഓർഡർ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്താ ഓർഡർ ചെയ്തത്? റെഡ് മാംഗോ ഷേക്കും ഒരു ബെറി മിക്സ് ഷേക്കും. എന്താണ്? ഒരു റെഡ് മാംഗോ ഷേക്കും ബെറി മിക്സ് ഷേക്കും. തോന്നിയിട്ടുണ്ട് ഒത്തിരി തവണ ഈ മാംഗോ കഴിക്കുമ്പോൾ എനിക്ക് പിമ്പിൾ വരുന്നതായിട്ട്. അത് ഞാൻ കഴിക്കും. വാട്ട് ബ്ലൂബെറി മിക്സ്. കുടിച്ചില്ല. കൊള്ളാം. ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ലേ? അങ്ങനെ വെള്ളം ചേർക്കാത്തൊരു വെള്ളച്ചോ ഇല്ല. നല്ല ഷേക്കല്ല. പിന്നെ വലിയ റേറ്റ് ഒന്നുമില്ല. 70, 60, 80, 60. ചിപ്പി ചേച്ചി ഐശ്വര്യം കൂടെ SM സ്ട്രീറ്റിൽ പോയി അവർക്ക് എന്തൊക്കെ ഷോപ്പിംഗ് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വെയിൽ കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് കള്ള് കുടിക്കാമെന്ന്. ആൻഡ് നമ്മളൊരു കള്ള് ഷാപ്പിൽ വന്നു കോഴിക്കോട്. ഞാൻ ഇതുവരെ കോഴിക്കോട് നിന്ന് അങ്ങനെ കള്ളൊന്നും കുടിച്ചിട്ടില്ല. കൊച്ചിയിൽ നിന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ഷാപ്പിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഷാപ്പിൽ വന്നിട്ട് കുറച്ച് കള്ളും അതിൻ്റെ കൂടെ നല്ല ബീഫ് ഫ്രൈയും കഴിച്ചു. ബീഫ് ഫ്രൈ ആക്ച്വലി കൊള്ളായിരുന്നു, പക്ഷേ എനിക്ക് കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് പോർക്കാണെന്ന്, പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് ബീഫാണെന്ന്. അങ്ങനെ അത് നൈസായിരുന്നു. അതൊന്നും വേണ്ട, പിന്നെ അത് കയറാം, പക്ഷെ അത് ഞങ്ങൾ കയറി രസമില്ല. അതിനുശേഷം ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ വന്നിട്ട്, അന്ന് ഞാൻ മുമ്പ് പോയിട്ടുണ്ടായിരുന്നില്ലേ ഈ ഒരു ആകാശത്തോണി, അതിലൊക്കെ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരെ ഞാൻ ഇതിൽ പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആൻഡ് നമ്മളിതിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത്തവണ കുറച്ചും കൂടെ പുറകിൽ ഇരിക്കാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ.
ഓ മൈ ഗോഡ് ഗൈസ്, ഞാൻ ആകാശത്തോണി കയറിയിട്ട് ഇത്രയും പേടിച്ച ദിവസം വേറെ ഇല്ല കേട്ടോ. ഫോണും കയ്യിലുണ്ടായിരുന്നു, ഞാൻ സൈഡിലും ആയിപ്പോയി. എനിക്ക് ഒട്ടും പിടിക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു ഞാൻ ഡെഡായി എന്ന്. അപ്പോൾ നിങ്ങൾക്ക് കയറുവാണെങ്കിൽ നന്നായിട്ട് പിടിച്ചിരിക്കണം കേട്ടോ, ബിക്കോസ് ഇതിനകത്ത് അത്രയും സേഫ്റ്റി മെഷേഴ്സ് ഇല്ല. അല്ലെങ്കിൽ ലാസ്റ്റ് ഫൈനൽ ഡെസ്റ്റിനേഷനിലുള്ള പോലെ തലി ഒരു സ്ഥലത്ത് ഓടലൊരു സ്ഥലത്തൊക്കെ ആയിട്ട് കിടക്കും. ഓക്കെ, പ്ലീസ് മനസ്സിലാകൂ. ചില കുട്ടികളെ കാണാനില്ലെന്ന് പറഞ്ഞാൽ ഈ പേരിലെ കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന്. ഓൾറെഡി ബീച്ചിൽ അതിരടി എന്ന് പറയുന്നൊരു മൂവീൻ്റെ പ്രൊമോഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടെ ഡാപ്സി ഫെജോൻ്റെ ഒക്കെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പരിപാടി ഇഷ്ടപ്പെട്ടിട്ടില്ല, ബിക്കോസ് ഭയങ്കര ക്രൗഡ്, ഓവർ ക്രൗഡും പിന്നെ പാട്ടൊക്കെ ലൈക്ക് എല്ലാവരുടെയും പാട്ട് 1-2 ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എത്ര സുഖം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഫയർ വർക്ക് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഈ പ്രൊമോഷൻ്റെ ഈ ഒരു ബാനറൊക്കെ ബീച്ചിൻ്റെ മേലെ കൂടെ പറക്കുന്നതൊക്കെ നല്ല രസം, അത് വർത്തായിരുന്നു ഈ ഫയർ വർക്ക്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് അവിടുത്തെ ഫുഡ് സ്പോട്ടൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് പോയി. ആൻഡ് ഐശ്വര്യ എന്തോ ഒരു സർബത്ത് ഓർഡർ ചെയ്തു. അത് ആക്ച്വലി ഭയങ്കര മധുരമായിരുന്നു കേട്ടോ, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ നമ്മൾ കല്ലുമക്കായ നിറച്ചത് വാങ്ങിച്ചു. എപ്പോഴും ഞാൻ ഈ കോഴിക്കോട് ടൈപ്പ് കല്ലുമക്കായ നിറച്ചാണ് വാങ്ങിക്കൽ. ഇത്തവണ തലശ്ശേരി ടൈപ്പ് വാങ്ങിച്ചു. എന്ന് വെച്ചാൽ വ്യത്യാസം അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല, കുറച്ചും കൂടെ മസാല ഉണ്ട്. എന്ന് വെച്ചാൽ അത്ര ഡ്രൈ ഫീലല്ല, കുറച്ചുകൂടെ മസാല ഉള്ള ഒരു ടൈപ്പ്. പക്ഷേ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ആ കോഴിക്കോട് ടൈപ്പാണ് കുറച്ചും കൂടി ഇഷ്ടം. എനിക്ക് ഇത്രയും ഭയങ്കര മസാല ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഇപ്പം നമ്മൾ ആക്ച്വലി കോഴിക്കോടേക്ക് വരുമ്പം സത്യം പറഞ്ഞാൽ ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്ര ഡിസപ്പോയിൻറ്റഡ് ആയില്ല, ബിക്കോസ് നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അതൊന്നും നടന്നില്ല, ഭയങ്കര വിഷമവും. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ജസ്റ്റ് പെട്ടെന്ന് ഇന്ന സ്ഥലത്തൊക്കെ പോയി. പിന്നെ അതിനുശേഷം നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയത് സ്ട്രീറ്റ് 24/7 എന്തോ പറഞ്ഞൊരു കടയിലാണ്. അവിടുത്തെ ഇഫ ചിക്കൻ, അതും അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചീസും നല്ല പൊറോട്ടയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു അത്. അപ്പം ദാറ്റ് വാസ് ഓൾ അബൌട്ട് ദിസ് വ്ളോഗ്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അപ്പം ഞാനിവിടെ വെച്ച് ഈ വ്ളോഗ് എൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് സൈനിങ് ഓഫ് ഫ്രം രഞ്ജിമ AR. Love you guys.